പൂരമാണ്. ഘടകപൂരങ്ങൾ ഒന്നൊന്നായി എത്തുന്നു. മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിനും ഇലഞ്ഞിത്തറ മേളത്തിനുമുള്ള കാത്തിരിപ്പിലാണ് പൂരനഗരി. ചെമ്പുക്കാവിന്റെ തിടംപേറ്റി എത്തിയ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പൂരപ്രേമികളെ ആവേശത്തിലാഴ്ത്തിയിരിക്കുകയാണ്. കെ മധുവും ദിവേഷ് മണിയും ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മധു, പൂരാവേശം എങ്ങനെ കൊട്ടിക്കയറുന്നു? ഉഷ്ണതരംഗത്തിനിടയിലെ പൂരച്ചൂട് എൻ്റെ മോത്തി ഗംഭീരം എന്നല്ലാണ്ട് എന്താ പറയാ. അതാ എനിക്ക് വലതുഭാഗത്ത് പനമുക്കംപള്ളി ശാസ്താവ് എഴുന്നള്ളാണ് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ. അതേ സമയത്ത് തന്നെ ഇടതുഭാഗത്ത് കാരമുക്ക് ഭഗവതി എഴുന്നള്ളതാണ്. രണ്ട് ഘടകപൂരങ്ങൾ ഒരേപോലെ. കാരമുക്ക് ഭഗവതിക്ക് പാണ്ഡിമേളമാണെങ്കിൽ ഇവിടെ പഞ്ചവാദ്യം. അതിമനോഹരമായ ഒരു കാഴ്ച, അത്യപൂർവമായ കാഴ്ച. ചെമ്പുകാവ് ഭഗവതി ഇതേ സമയത്ത് തന്നെ കിഴക്കേ ഗോപുരയുടെ കൂടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഞങ്ങളിപ്പോ ശ്രീമൂലസ്ഥാനത്താണുള്ളത്, പടിഞ്ഞാറേ ഗോപുരയിലെ ദിവിഷേ ഇപ്പൊ രസം എന്ന് പറഞ്ഞാലേ മൂത്തി രാമനെതിരെ വരുന്നതെന്നാണ് നമ്മളോട് പലരും വന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങളിങ്ങനെ വഴി പറഞ്ഞു കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും രാമൻ എന്ന ആനയോടുള്ള ആനപ്രേമികൾ മാത്രമല്ല, സാധാരണ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനും അമ്മയൊക്കെ വന്നു ചോദിച്ചു ഈ രാമനെതിരെ വരുന്നത്. അപ്പൊ ആളുകൾക്കൊക്കെ ഒരു കൗതുകമാണ്. ആളുകൾ പറഞ്ഞു കേട്ടത് ഇത് ആരാണ് ഈ കക്ഷി രാമൻ എന്ന് കാണണമല്ലോ എന്ന് വിചാരിച്ച് വരുന്ന ആളുകളുണ്ട്. അപ്പൊ എന്തായാലും ആനപ്രേമികളെ സംബന്ധിച്ചും മേളപ്രേമികളെ സംബന്ധിച്ചപ്പോ വലിയ ഓർക്കസ്ട്രയാണ്. ഡോൾബി വന്നു, 9 ആനയായി വന്നു, 7 ആനയായി, 5 ആനയായി, ഏഴാനപ്പുറത്ത് കാരമുക്ക് ഭഗവതി ശ്രീമൂലസ്ഥാനത്തേക്ക് എത്തിച്ചേരുകയാണ്. ഇതേ ഈ ഗോപുരം കടന്ന് നേരത്തെ തെക്കേ ഗോപുരം വഴി കാരമുക്ക് പുറത്തേക്ക് പോകും. നേരത്തെ കണിമംഗലം വന്ന് നേരെ തിരിച്ചായിരുന്നു. കാരമുക്ക് ഇതേ വഴിയിലൂടെ കടന്നു വരുന്നു. പനമുക്കംപള്ളി ശാസ്താവും ഇതേ വിധത്തിലാണ്. ഈ കാരമുക്ക് ഭഗവതിക്കും ഈ പനമുക്കംപള്ളി ശാസ്താവിനും പണ്ട് ഒരു ആറാട്ടുപുഴ പൂരം നിഷേധിക്കപ്പെട്ടപ്പോഴാണ് തൃശ്ശൂർ പൂരത്തിന് തുടക്കമായത്. ആ പൂരത്തിന്റെ ആ ആവേശം, ആ പൂരം ശക്തൻ തമ്പുരാൻ ആലോചിച്ചപ്പോൾ ഈ ഉഷ്ണതരംഗത്തിനിടയെ ഒട്ടും ആവേശം ചോരാതെ ആ ശാസ്താവും ആ ഭഗവതിയും ഒരിക്കൽ കൂടി അനുഗ്രഹവർഷം ചൊരിയാൻ ഇവിടെ എത്തുകയാണ്. ദിവിഷേ, ഇത് ഞങ്ങൾ എത്ര പറഞ്ഞാലും ഈ കാണുന്നവർക്കും അല്ലെങ്കിൽ മൂത്തി മനസ്സിലാവണമെന്നില്ല. ഇത് ഇവിടെ നിൽക്കുമ്പോഴേ അറിയുള്ളൂ. നമ്മൾ ഈ ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റം ആസ്വദിക്കുന്ന പോലെയാണ്. കാരണം രണ്ട് ഭാഗത്തും കാരമുക്ക് ഭഗവതി പതുക്കെ ഇങ്ങനെ താഴെ നിന്ന് ഇങ്ങനെ മേൽപോട്ട് കയറി വരികയാണ്. അപ്പോൾ മേളം പതുക്കെ മുറുകാൻ തുടങ്ങണുള്ളൂ. അതേസമയം പനമുക്കംപള്ളി ശാസ്താവ് കുറച്ചു നേരം അവിടെ ഞങ്ങളുടെ ഇടതുഭാഗത്ത് അത് വളരെ മേളം മുറുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ രണ്ടുപേരും മത്സരിച്ച് ഏത് ആസ്വദിക്കണം. മേളപ്രേമികളെ സംബന്ധിച്ച് ഇത് ഏത് ആസ്വദിക്കുന്നത് കൺഫ്യൂഷൻ തോന്നും. ഇപ്പോൾ ആളുകളുടെയൊക്കെ കയ്യിൽ നിറയെ വിഷറികളാണ്. അത് ഈ മേളത്തിനൊപ്പം ആളുകൾ ചൂടകറ്റാൻ മാത്രമല്ല മേളത്തിനൊപ്പം കൈവീശുന്നത് വിഷറികൾ കൊണ്ടാണ്. അപ്പോൾ വളരെ രസകരമായ ഒരു കാഴ്ച കൂടി നമ്മൾ ഈ മേള അല്ലെങ്കിൽ പൂര നഗരിയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഘടകപൂരങ്ങൾ വരാനിരിക്കുന്നത്. ഇപ്പോൾ സമയം 9:10. അവിടെ എനിക്ക് തോന്നുന്നു മധുവേട്ട അവിടെ നിൽക്കുമ്പോൾ ഇത് പകൽ വെളിച്ചമായി വരുന്നേ ഉള്ളൂ എന്ന ഫീലായിരിക്കും. പക്ഷെ ഇവിടെ നട്ടുച്ച ഫീലായി തുടങ്ങി. അത്രയ്ക്ക് ചൂടാണ് ഇപ്പോൾ തന്നെ അനുഭവപ്പെടുന്നത്. ഉച്ചയ്ക്ക് നമ്മളൊക്കെ ഒരു കാര്യം അറിയോ എന്താണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഉഷ്ണതരംഗം ചൂട് എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കാലത്തൊട്ട് വെയിൽ കൊണ്ടാല് ഉച്ചയാവുമ്പോൾ ആ ചൂടൊരു ചൂടല്ല. പൂരത്തിന്റെ ആവേശം പുറത്ത് കത്തിയാളുമ്പോൾ നമുക്ക് പതുക്കെ ഇനി മഠത്തിൽ വരവിന്റെ പിന്നാലെ ഇലഞ്ഞിത്തറയിലേക്ക്, അതിനു മുമ്പ് ഓരോരുത്തരായി മേളങ്ങൾ വരിക. ഈ ചൂടൊരു ചൂടല്ല. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം പൂരത്തിന്റെ ചൂടാണ് ചൂട്. ഈ ചൂടൊന്നും ഒരു ചൂടല്ല എന്ന് പൂരപ്രേമികൾ പറയുന്നത്. ഇപ്പോൾ നേരത്തെ ഞങ്ങൾ പലരോട് സംസാരിച്ചപ്പോൾ വളരെ ഒരു 85 വയസ്സുള്ള ഒരു അദ്ദേഹം നമ്മളോട് പറഞ്ഞത് തുടങ്ങണമല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ തുടങ്ങണമല്ലോ എന്ന് പറയുമ്പോൾ 9:10 ആയിട്ടുള്ളൂ. പൂരം ആയിട്ടില്ല. പൂരം മുറുകി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ 2 ഘടകപൂരങ്ങൾ, അങ്ങനെ 3 പൂരങ്ങളാണ് ഇപ്പോൾ ഘടകപൂരങ്ങളാണ് ഇവിടെ പൂര നഗരിയിലേക്ക് മടക്കുന്നതിൻ്റെ സമയവും എത്തിയിരിക്കുന്നത്. ഇനിയും 5 ഘടകപൂരങ്ങൾ വരാനിരിക്കുന്നു. അതോടുകൂടി ഒരു 12:30 ആകുമ്പോഴേക്കും സൂര്യനൊക്കെ ഉച്ചസ്ഥായിലെത്തും. പൂരത്തിന്റെ ആവേശം ഉച്ചസ്ഥായിലെത്തും. മന്ത്രി രാജനൊക്കെ വളരെ ജാഗ്രതയോടെ ഇരിക്കണമെന്ന് ആളുകളോട് പറയുന്നുണ്ട്. അത് അധികൃതർ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട്. പക്ഷേ ഈ പൂരം തുടങ്ങിയാൽ അതിൻ്റെ ഒരു ചൂട് ആവേശമൊക്കെ മുന്നോട്ട് പോകും. അതിനിടയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വളരെ കൃത്യമായി വെള്ളം കുടിക്കണം. പരമാവധി തണലിലൊക്കെ തപ്പിയിരിക്കാൻ ശ്രമിക്കുക. അത് എല്ലായിടത്തും കിട്ടില്ല. കുറച്ച് മരങ്ങളുള്ളതാണ് ഇവിടുത്തെ ഈ പേരാല്. അത് അവൻ്റെ അവസാന കാലഘട്ടത്തേക്ക് പ്രേക്ഷകർ ശ്രദ്ധിക്കുകയാണ്. ശ്രീമൂലസ്ഥാനത്തുള്ള ഈ പേരാല് അതിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇനി പൂജാവിധികളോടുകൂടിയിട്ടാണ് ഈ ആലിനെ ഇവിടെ നീക്കം ചെയ്യുകയും അടുത്ത ആൽമരത്തെ പേരാൽ മരത്തെ അവിടെ നടുകയും ചെയ്യും. അതൊക്കെ
പൂജാവിധികളോടെ ചെയ്യുന്ന കാര്യമാണ്. നാം നേരത്തെ സംസാരിച്ച ഏകദേശം ഒരു 100-150 വർഷമെങ്കിലും കുറഞ്ഞത് പഴക്കമുള്ള ആൽമരമാണ്. അതിനെ സംരക്ഷിക്കാൻ വേണ്ട ശ്രദ്ധ, അതിനെ മരത്തിന് മരുന്നുകളൊക്കെ നൽകി സംരക്ഷിക്കുന്ന ഒരു പ്രക്രിയ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നടന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറേ കാലം കൂടി അതിൻ്റെ ആയുസ് നീണ്ടത്. പക്ഷേ ഇപ്പോൾ അതൊരു അപകടാവസ്ഥയിൽ കൂടി ആയതുകൊണ്ടാണ് കൃത്യം അങ്ങോട്ടേക്ക് ആരും പ്രവേശിക്കാതിരിക്കാൻ ബാരിക്കേഡൊക്കെ വെച്ച് തടഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ അവിടെയൊക്കെ ആളുകൾ കയറി നിന്ന് ഈ കാഴ്ച കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ എന്ന വണ്ണമാണ്. ഇനി പേരാൽ മാറി അവിടെ മറ്റൊരു പേരാൽ അതിൻ്റെ ചടങ്ങുകൾ പൂർത്തിയാക്കി പൂജാവിധികളൊക്കെ പൂർത്തിയാക്കി. നമുക്കറിയാലോ, നമ്മളൊരു മരത്തിനെ പറഞ്ഞയക്കുന്നത് പോലും, ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയക്കുന്നത് പോലും അതിനു വേണ്ട ആദരവുകൾ നൽകിയാണ് എന്നതാണ് ഈ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ മഹിമ. അത് മണ്ണിനോടും പൂവിനോടും മലകളോടും പുഴയോടും ഒക്കെ നമ്മൾ പുലർത്തുന്ന ആ വിശ്വാസപ്രകാരം പുലർത്തുന്ന ആദരവിൻ്റെ ഒരു ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണമായി ഇനി നമ്മൾ കാണാനിരിക്കുന്നത് ഈ മരത്തെ യാത്രയേക്കലാണ്. അത് പൂജാവിധികളോടെയാണത് മുറിക്കുക. ശേഷം അടുത്ത ആ പേരാൽ മരം ഇവിടെ തണൽ വിരിക്കുന്ന കാലം, അത് എത്ര കാലം ഉണ്ട് നമ്മളൊക്കെ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. പക്ഷേ അതെ, പേരാൽ വളരും, നമ്മളെയും കടന്നു വളരും, അടുത്ത തലമുറയും കാണും. അത് പൂരത്തിന്റെ ചരിത്രം പുതുതലമുറയോട് പറയാൻ അവൻ അവശേഷിക്കും. പല മരങ്ങളും പൂരത്തെ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ പൂരം പക്ഷെ ഒന്നാണ് പറയുന്നത്, പ്രാണനാണ് പ്രധാനം. ഈ പ്രാണൻ എന്നിലും നിന്നിലും ഉള്ളത്, നിന്റെ അകത്തുള്ളതും വടക്കുന്നാഥനാണ്, എന്നിലുള്ളതും ഈ മരത്തിലുള്ളതും വടക്കുന്നാഥനാണ്. ആ പരമമായ ചൈതന്യത്തിലേക്ക് നമ്മൾ നടന്നു പോകുമ്പോൾ ചോയ്സ് മോത്തി ഏത് ഓപ്ഷൻ ഉണ്ട്? ഇപ്പോ പാണ്ടി വേണോ പഞ്ചവാദ്യം വേണോ? 2 ഓപ്ഷനുണ്ട്. ഏത് വേണമെങ്കിലും കേൾക്കാം. 2 ഫ്രെയിമിൽ കാരമുക്ക് ഭഗവതി എവിടെയെന്ന്, പനമുക്കമുള്ള ശാസ്താവ് എവിടെയെന്ന്. തൊട്ടപ്പുറത്ത് ചെമ്പൂക്കാവ് കടന്നു വരുന്നുണ്ട്. ചെമ്പൂക്കാവ് പക്ഷെ ഇവിടെയല്ല, കിഴക്കേ ഗോപുരയുടെ കൂടെയാണ് ചെമ്പൂക്കാവ്. രാമൻ തെച്ചിക്കോട്ടുകാവ് വന്നതിന് ശേഷമാണ് അവിടെ എല്ലാവരും അവിടെ പൂരത്തിന്റെ തിരക്കാന്ന് പറയാറില്ലേ, ആ പൂരത്തിന്റെ പുരുഷാരം ഇപ്പോൾ അവിടെ നമ്മുടെ അരുണമൃതനാഥിന്റെ അടുത്ത് ആ പൂരത്തിന്റെ പുരുഷാരമുണ്ട്. അത് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെ കാണാനായിട്ടാണ്. അപ്പൊ നമുക്ക് അരുൺ റെഡി ആണെങ്കിൽ പറയൂ, രാമനെ കാണാനുള്ള, ഞങ്ങൾ ഇവിടുന്ന് കുറെ പേര് അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. രാമനെ കാണാനുള്ള ആവേശവും സ്നേഹം പങ്കുവയ്ക്കാം. പഞ്ചവാദ്യത്തിന്റെ മേളത്തിൽ അലിഞ്ഞ് തൃശ്ശൂരിലെ പൂരപ്രേമികൾ അങ്ങനെ വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിൽ ആ മൈതാനത്ത് തടിച്ചുകൂടിയിരിക്കുന്ന ദൃശ്യമാണ്. പൂരം അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക്, താളത്തിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങൾ. പൂരപ്രേമികളെല്ലാം ആവേശത്തിലാണ്, ആനപ്രേമികൾ ആവേശത്തിലാണ്, മേളപ്രേമികൾ ആവേശത്തിലാണ്. പൂരം എന്നാൽ ഇതുപോലെ പൂരപ്രേമികളെ സംതൃപ്തിപ്പെടുത്താനുള്ള ഒട്ടേറെ ഘടകങ്ങൾ ഒത്തുചേർന്നതാണ്. ഘടകപൂരങ്ങൾ ഒന്നൊന്നായി ഒരു പുഴ പോലെ വന്ന് ഈ സാഗരത്തിൽ ലയിക്കുന്നത് പോലെ വിവിധ നാടുകളിൽ നിന്നുള്ള മനുഷ്യരങ്ങനെ ഒഴുകിയെത്തുകയാണ് പൂരം കാണാനായി വടക്കുംനാഥന്റെ സന്നിധിയിലേക്ക്. ആ ഒത്തുചേരൽ ഒരു സാഗരമായി മാറി അലയടിച്ച് അതിൻ്റെ സന്തോഷത്തിൽ അലിഞ്ഞു ചേർന്ന ഒടുവിൽ ഉപചാരം ചൊല്ലി പിരിയുന്ന പൂരം. ആ പൂരത്തിൻ്റെ ആചാരങ്ങളോടുകൂടി ഇത്തവണ വളരെ പേരിന് മാത്രം ആഘോഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തവണ നടത്തുക. ഇടയ്ക്കിടെ ഇത് പറയുന്നത് നമുക്ക് നഷ്ടപ്പെട്ട സഹോദരങ്ങളോടുള്ള ഐക്യദാർഢ്യം കൂടിയാണ്. അവരുടെ കുടുംബാംഗങ്ങളോടുള്ള ആ സങ്കടത്തിൽ അലിഞ്ഞു നിൽക്കുന്ന കുടുംബാംഗങ്ങളോടുള്ള ചേർത്തുപിടിക്കലും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരലുമാണ് എന്നതുകൊണ്ടാണ് അത് ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ ചില പ്രേക്ഷകരെങ്കിലും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ പൂരത്തിന്റെ ആഘോഷത്തിലാണോ ദുഃഖം ആചരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. പ്രിയ മനുഷ്യരെ, പറയാൻ ഒന്നു മാത്രം, ഈ സങ്കടങ്ങളും മറികടന്ന് പോകാൻ നമുക്ക് ഇത്തരത്തിൽ ചിലതൊക്കെ കൂടിയേ തീരൂ. എല്ലാ കാലവും ദുഃഖത്തിൽ ആഴ്ന്നു മറഞ്ഞിരിക്കാൻ മനുഷ്യ മനസ്സിന് കഴിയില്ല. ഇതും കടന്നു പോകുമെന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. ഇതിലേറെ വലിയ ദുരന്തങ്ങളെ നമ്മൾ കണ്ടതാണ്. മേളക്കാഴ്ചയുടെ പെരുക്കത്തിന്റെ ദൃശ്യങ്ങളിലേക്ക്.